ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂൾ മദ്രസ ഒന്നുമില്ല. ഇന്ന് റേഞ്ച് ആയതുകൊണ്ട് കേട്ടോ മദ്രസക്ക് അവധി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പിന്നെ എന്താ ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ നോക്കി നിന്നതിൻ്റെ ശേഷം ഇതാ വേഗം ചായ പരിപാടി തുടങ്ങിയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ദോശ തന്നെയാണ് കേട്ടോ. മക്കളൊക്കെ നല്ല കട്ട കലിപ്പിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ ജസ്റ്റ് ഒന്ന് അടുക്കള ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടോ. ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളം വെക്കാണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ കിടന്ന് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് വരുമ്പോഴത്തേന് പിന്നെ എന്താ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് നേരം വൈകിക്കണേ. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഒന്ന് ദോശ ഞാൻ മുട്ട റോസ്റ്റ് തൊട്ട് ഉണ്ടാക്കിൻ്റെത്. മുട്ട ഇങ്ങനെ ഉടച്ച് ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിൻ്റെത്. പിന്നെ ഇതാ ഞാൻ ചായ കുടി കഴിഞ്ഞതിന് ശേഷം ഇതാ മൊത്തത്തിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് മീൻ ഉണ്ടാക്കാനും ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ ഉണ്ട്, തുടക്കാനും തിരുമ്പാനും ഒരുപാട് പണികളുണ്ട് കേട്ടൊന്ന്. അപ്പോൾ ആ പാത്രം കൈകളും ഒക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റാക്കി ഞാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം അകത്തേക്കാട്ടോ ഓടിയത്. അപ്പോൾ ഇവിടുത്തെ റൂമും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ തട്ടിക്കൊടിഞ്ഞൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ. പിന്നെ ജനവാതിലൊക്കെ ഒന്ന് തുറന്നിടും. കുറച്ച് നേരം ഞാൻ ജനവാതിലൊക്കെ ഒന്ന് തുറന്നിടും കേട്ടോ. കുറച്ചൊന്ന് നല്ല കാറ്റും വെളിച്ചൊക്കെ ഒന്ന് ഉള്ളിലേക്ക് വരട്ടെ, ഉള്ളിലുള്ള ഒക്കെ ഒന്ന് പുറത്തേക്കും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഞാൻ തുറന്നിടും. പിന്നെ എന്താ അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പിന്നെ എന്താ ലിവിങ് ഏരിയക്കാട്ടോ വന്നിരിക്കണത്. ഇവിടുത്തെ സോഫയൊക്കെ ഞാൻ ഒന്ന് തട്ടിക്കൊടിഞ്ഞതും വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഒരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ ഞാനിത് വിരിച്ചിട്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ചുണ്ടാകും. പിന്നെ ഇതാ അതൊക്കെ അവിടെ റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ മൊത്തത്തിലൊന്ന് അടിച്ച് വാരിയെടുക്കാനിട്ട്. അങ്ങനെ കച്ചറൊന്നുമില്ല, പക്ഷെ നല്ല പൊടി ഉണ്ട് കേട്ടോ. അതെന്തായാലും ഈ വീഡിയോയിൽ കാണൂല. ചെറിയ പൊടികളുണ്ട്, അല്ലാതെ കച്ചറൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ ഇതാ മോള് മുറ്റടിക്കട്ടെ. ഇവളെ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഇവളെ മുറ്റടിക്കാൻ കിട്ടുള്ളൂ കേട്ടോ. ഇവൾക്ക് 7:30 സ്കൂൾക്ക് പോകാനുള്ളതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ മോളാണ് അധിക ദിവസം മുറ്റടിക്കൽ, അല്ലെങ്കിൽ ഞാൻ. പിന്നെ ഇതാ അവിടെ നിന്നൊക്കെ ഞാൻ പൊന്തി ശേഷം മീൻ വേഗം ഞാൻ മുറിച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ മാന്തളാണ്. ഇപ്പോൾ മാന്തൾ കുറച്ച് പൊരിക്കണമുണ്ട്, കുറച്ച് കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മാന്തൽ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ട് അപ്പോൾ അത് വേവണ സമയം കൊണ്ട് ഇപ്പുറത്ത് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണം. ഇനിയിപ്പം കറിയും വേഗം റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിൻ്റെ ശേഷമാണ് കറി ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ മീനൊക്കെ അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പുറത്ത് ഞാൻ ചട്ടിക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഓരോന്ന് ഇട്ടിട്ട് അങ്ങനെ വഴറ്റി കൊടുക്കും. ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഇപ്പുറത്ത് ഇതാ മീനിതാ ഒരു ഭാഗം വെന്തപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഏകദേശമൊക്കെ റെഡിയായി വരട്ടെ. ഇപ്പുറത്ത് കറി ഞാൻ വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഞാൻ പൊടികളൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കണില്ല. മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് റെസിപ്പി ഒന്നുമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മുളകിട്ട കറി കലക്കി വെക്കണത് അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. അതൊന്നും ടേസ്റ്റ് ഇല്ലാന്ന് അങ്ങനെ തോന്നുന്നു. മക്കളെ കലപ്പിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നടക്കുന്നത്. എല്ലാവരും നല്ല കളിയിലാണ്. അപ്പുറത്തെ അയൽവക്കത്തെ കുട്ടികളും ഉമ്മാൻ്റെ കൂടെ വന്നോലൊക്കെ ഉണ്ട് കേട്ടോ ഒരു ദിവസം അവധിയായിട്ട്. പിന്നെ എന്താ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ കുറച്ച് വെള്ളത്തിലിട്ട് ഞാൻ കറി ഉണ്ടാക്കില്ല. ഇവിടെ ഈ സൊറവെള്ളം ഇവിടെ പറ്റൂല കേട്ടോ. കുറച്ച് വെള്ളത്തിലുണ്ടാക്കുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഈ മാന്തൾ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പൊരിച്ചാലും കറി അങ്ങനെ കൂട്ടൊന്നുമില്ല. പിന്നെ ഞാനൊരു ചടങ്ങിന് വേണ്ടി വെക്കുന്നതാണ്. കറീനെക്കാട്ടും ഇവർക്ക് ഇഷ്ടം ആ മീൻ പൊരിച്ചതും കൂട്ടിക്കാണ്ട് ഇവർ ചോറുന്നു. പിന്നെ ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ടായാലും ഇവർക്ക് അത് മതി കേട്ടോ. പിന്നെ ഇതാ ഞാൻ കാബേജും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കറി അവിടെ റെഡിയും കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കാബേജ് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതി ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ്. അതും കൂടി വേഗം ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അങ്ങനെ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് പിന്നെ കാബേജ് ഇട്ട് എടുത്തിട്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയിട്ട് ഞാൻ ഉണ്ടാക്കില്ല. വെള്ളം ചേർക്കില്ല കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്നിട്ട് ആ കാബേജ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ ഇതാ പപ്പടം കൂടി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പപ്പടമൊക്കെ ഞാനൊരു ടിന്നിക്കാണ് ഇട്ടിട്ട് അടച്ച് വെക്കലേ. പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കറികളൊക്കെ പാത്രത്തിൽ ഒഴിച്ച് മാറ്റിയേക്കണം കേട്ടോ. കറി ഒരു പാത്രത്തേക്ക്, പിന്നെ മീൻ പൊരിച്ചത് ഒരു പാത്രത്തേക്ക്, പിന്നെ ഉപ്പേരി ഒരു പാത്രത്തേക്ക് അങ്ങനെയൊക്കെ ആക്കിയാണ് മാറ്റി വെച്ചിട്ട് പിന്നെ ചട്ടിയും ഇതൊക്കെ കഴുകാനായിട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാണ്. ചട്ടിയും പാത്രം ഒന്നായിട്ടുണ്ട് അടുക്കളയിൽ നിരത്തി വെക്കണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെന്താ ഞാൻ പാത്രങ്ങൾ ഒരുപാട് കഴുകാണ്ടായിട്ട് അതൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ ഈ റേക്കും ഗ്യാസും അവിടുത്തെ ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. അപ്പം ഞാനിത് ഈ ഓടിച്ച് പോണത് ഈ കാണണം നിങ്ങൾക്ക് ഈ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിപ്പോൾ തന്നെയല്ലേ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അടുക്കളൊക്കെ ഏകദേശം ഞാൻ സെറ്റാക്കി വൃത്തിയാക്കി ഇട്ടുകണേ.
അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം തുടക്കാനായിട്ടാണ് പോയത്. അപ്പോൾ ആദ്യം അടിച്ചു വാരിയൊക്കെ ഇട്ടതുകൊണ്ട് പിന്നെ വേഗം തുടച്ചെടുക്കാനുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഇതാ വാഷ് ബേസൊക്കെ ഞാൻ കഴുകി എടുത്തിക്കണേ. പിന്നെ 2 ബാത്റൂമും കഴുകാണ്ടായിട്ടുണ്ട്. ഒരു ബാത്റൂം ഞാൻ കുളിക്കുമ്പോൾ കേൾക്കും, പിന്നെ ഒരു ബാത്റൂം അതിൻ്റെ മുന്നായിട്ട് ഞാൻ കഴുകിയിടലാണ് ചെയ്യൽ. അപ്പോൾ ഇതിൻ്റെ മുന്നേ സിറ്റ് ഔട്ടൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇട്ടീന് കേട്ടോ. അത് ഞാൻ ചില ദിവസങ്ങളിൽ രാവിലെ തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കിയിടും. അധിക ദിവസം ഞാൻ സിറ്റ് ഔട്ട് കഴുകി എടുക്കലാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ ചെയ്തിടലുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ തിരുമ്പാനുള്ളതൊക്കെ ഞാൻ മെഷീനിലും കൊണ്ടിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ കല്ലുമ്മലും കുറച്ചൊന്നും തിരുമ്പാണ്ടേനി. അപ്പോൾ ഇതാ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് തിരുമ്പാളതൊക്കെ റെഡിയായി വന്നിക്കണം കേട്ടോ. പിന്നെ ഞാനിതാ തോരയിടണം. ഞങ്ങൾ ടെറസിൻ്റെ മുകളിലായിട്ട് ഇതൊക്കെ ഇതൊക്കെ തോരയിടൽ. ഇത് അപ്പുറത്ത് കാക്കാൻ്റെ വീടാണ് കേട്ടത്, അതായത് മൂത്തച്ഛൻ്റെ വീട്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ തോരട്ട് റെഡിയാക്കി എടുക്കണ്ടേ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കിവിടെ മുകളിലായിട്ട് കാണുന്നതാട്ടോ ബാത്റൂം ഉള്ളത്. പിന്നെ അവിടെയാണ് തിരുമ്പാങ്കല്ലുള്ളതും വാഷിംഗ് മെഷീനൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ അവിടുന്ന് തിരുമ്പി കുളിച്ച് ഇവിടുന്ന് തോരട്ടൊക്കെ ഞാൻ അധികം ദിവസം അങ്ങനെയാണ് ഞാൻ ഇറങ്ങി വരല്. പിന്നെ മടി പിടിച്ചുന്ന സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ താഴത്തുനിന്ന് കുളിച്ച് വരല്. അപ്പോൾ അതൊക്കെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ മെഷീനിൽ ഉണക്കിങ്ങാണ്ട് ഇടുന്നതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ എന്താ ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് പോകാണ്ടേനി കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാറ്റി ഒരുങ്ങി റെഡിയായി പോകണം. ഞങ്ങൾക്കൊന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ കേട്ടോ. ഞാനും മക്കളും വയസ്സിലാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് റെഡിയായി പോകാൻ നിൽക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.